ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വായോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കട്ട്ലേറ്റ് ഉണ്ട്. ഇന്ന് അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇറച്ചി അരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടാണ് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കട്ട്ലേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് എയർ ഫ്രയറിലാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് കട്ട്ലേറ്റ് എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കാം. ഇനി അതിലേക്ക് നമ്മൾ അപ്പൊ പച്ചമുളകും ഇറച്ചിയും കൂടി നമ്മളൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സബോള അരച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇടുവാണ്. ഇനി കുറച്ച് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇനി ഇത് നന്നായി സ്വല്പം ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയായിരുന്നേ, എന്നാലും കുറച്ച് ഉപ്പ് വേണമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് സ്വല്പ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, നമ്മുടെ പറമ്പിലെ സ്വന്തം കറിവേപ്പില, അതും ധാരാളമായിട്ട് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കും. ധാരാളമായിട്ടിട്ടു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഉരുളക്കിഴങ്ങ് ഇടാനുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം. ഈ സമയം നമ്മുടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി നമുക്കിടാവേ. മഞ്ഞപ്പൊടി ഇട്ടു. ഇച്ചിരി എരിവ് കുറവാണ്. ഇച്ചിരി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇന്നത്തെ മറ്റേ ഇറച്ചിയുടെ കൂടെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒക്കെ വേണ്ട. അപ്പൊ നമുക്കിത് എന്താണ്, നമ്മള് എയർ ഫ്രയർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നും ഉണ്ടാക്കി നോക്കുക. ബ്രെഡ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയും 3 മുട്ട അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് പൗഡറിൽ ഉരുട്ടി നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. 4 എണ്ണം വെച്ചിട്ട് ആദ്യമേ മുട്ടയ്ക്കകത്ത് കുളിപ്പിച്ച് റിസ്കിന്റെ പൗഡറൊക്കെ ഇട്ട് ബ്രെഡ് പൗഡറൊക്കെ ഇട്ട് സുന്ദരനാക്കി
നമ്മളങ്ങനെ 4 കട്ട്ലേറ്റ് പിള്ളേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 പേരുണ്ട്. ഇനി ഇവരെ നമുക്ക് എന്റെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വേട്ടെ. ഇനി ഇവരെ നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം. എയർ ഫ്രയർ ഞാൻ 160-ലാണ് 160 മതി. 160-ല് ഒരു 20 മിനിറ്റ് നമുക്ക് വെച്ച് നോക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് മറിച്ച് വെച്ച് കൊടുക്കാം. നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എയർ ഫ്രയർ വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് അതിനെ ഒന്ന് എടുത്ത് തുറന്നിട്ട് തിരിച്ചു വെച്ച് കൊടുക്കണം കട്ട്ലേറ്റ് നോക്കാം. ഓക്കെ, അപ്പൊ 10 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയിട്ട് ഇത് ക്രിസ്പി ഒക്കെ ഒരുമാതിരി ആയി വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഒന്ന് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പൊ 10 മിനിറ്റ് ആയേ. ഈ 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് സമയം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയർ ഒന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറില് നല്ലോണം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഇതാണ്, എണ്ണ ഇല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ്. 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ, താങ്ക് യു.